കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതെ അച്ഛാ, ഞങ്ങളെക്കാട്ടി കൂടുതൽ നേരം പുതിയ അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറില്ല. അങ്ങനെ ആരാ മക്കളോട് പറഞ്ഞത്? ആരും വന്ന് പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കതൊക്കെ അറിയാം. എങ്കിലും അതൊക്കെ തെറ്റാണ് മക്കളെ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അച്ഛനിപ്പോ അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നേ. അങ്ങനെയല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഡ്രസ് എന്തിനാ വാങ്ങിക്കൊണ്ടുവന്നേ? ശരി, നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയി ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിച്ചു തരാം. ഓക്കെ? ഇനി മക്കൾ ഒരിക്കലും അച്ഛനോട് ഇങ്ങനെ സംസാരിക്കരുത്. അത് അച്ഛന് ഒരുപാട് സങ്കടമാവും. എനിക്ക് നിങ്ങളെക്കാട്ടി വലുതായി വേറെ ആരുമില്ല. എന്റെ ലോകം തന്നെ നിങ്ങളാണ്. നമ്മൾ 3 പേരെ ആർക്കും പിരിക്കാൻ കഴിയില്ല. നിങ്ങൾ 2 പേരും എന്റെ ജീവനാണ്. നോക്ക്, ആ ജീവൻ എനിക്ക് കളയാൻ പറ്റുമോ മക്കളെ? അച്ഛൻ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കാൻ കഴിയൂ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ, എന്നാൽ ഒരു വട്ടം കൂടി പറയാം. നിങ്ങളാണ് എന്റെ ലോകം. നിങ്ങളില്ലാതെ അച്ഛന് ജീവിക്കാൻ പോലും കഴിയില്ല. ഇനി ഞങ്ങൾ അച്ഛനോട് അങ്ങനെ പറയില്ല അച്ഛാ. അച്ഛന് വിഷമാവുന്ന ഒരു കാര്യവും ഞങ്ങൾ ഇനി പറയില്ല അച്ഛാ. സോറി അച്ഛാ. താങ്ക് യു മക്കളെ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ ലവ് യു ബോത്ത്. ഐ നെവർ ലീവ് യു. ഐ കോണ്ട് ലീവ് വിത്തൗട്ട് യു. എന്റെ ചക്കരകളല്ലേ. താങ്ക് യു അച്ഛാ. താങ്ക് യു അച്ഛാ. ഈ പിള്ളേരോട് എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ലാസ്റ്റ് അവനോട് തന്നെ പോയി ഒന്നിച്ചിരിക്കും. ഈ അച്ഛനും മക്കളും തെറ്റിക്കുന്നത് വലിയ പാടാ. ഇവരുടെ കഥ അവിടെ നിൽക്കട്ടെ, അവരുടെ കഥ എന്താ? അവൻ വന്ന് പറയുന്നത് വരെ എനിക്ക് ഈ ചിന്ത ഇല്ലായിരുന്നല്ലോ. ആ വസുവിന്റെ ഭർത്താവ് എപ്പോഴാ മരിച്ചത്, എങ്ങനെയാ മരിച്ചത്, അവൻ മരിച്ചതാണോ അതോ അവള് കൊന്നതാണോ? നിശ്ചയത്തിലും അവളുടെ ഭാഗത്ത് നിന്ന് ആരും വന്നതുമില്ല. സ്വന്തം ബന്ധമെന്നൊക്കെ പറഞ്ഞ് അവളുടെ ഭാഗത്ത് ആരും ഇല്ല എന്തോ. ഇതെല്ലാം ഉടനെ കണ്ടുപിടിക്കണല്ലോ. എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച കല്യാണം മുടക്കാലോ. ഇവളുടെ ആദ്യ ഭർത്താവിന് എന്താ പറ്റിയെന്ന് അറിയോ നിങ്ങൾക്ക്? അവന്റെ ചരിത്രത്തെ പറ്റി പറയട്ടെ? അത്രയ്ക്ക് മോശമുള്ള കാര്യമാ. പറയട്ടെ. എന്തു പറ്റി സുശീല? ഇങ്ങനെ ഭയക്കാനായിട്ട് എന്താ പറ്റിയത്? എനിക്കാകെ പേടിയാവുന്നു. എന്തിനാ ഭയം? ഇന്നാ ഷോപ്പിംഗ് മാളിൽ വെച്ച് എത്ര വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നറിയോ? അപകടോ? എന്ത് സംഭവിച്ചെന്നാ? നീ ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? അതെങ്ങനെയോ യാദൃശ്ചികമായി നടന്ന സംഭവം. എല്ലാരും സത്യം അറിയോന്ന് ഞാൻ ആകെ പേടിച്ചുപോയി. എന്ത് സത്യം? അതിന് അവനൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ അത്രയൊക്കെ സംസാരിച്ചിട്ടും അച്ഛനൊന്നും പറഞ്ഞില്ലാന്ന് പറയുന്നല്ലോ. എന്തോ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. നാളെ എങ്ങാനും ഇനി അവര് സത്യം തിരിച്ചറിഞ്ഞാ? ഒരിക്കലും അറിയില്ല. നീ ധൈര്യമായിരിക്കെ. അതല്ലേട്ടാ, നമ്മള് തെറ്റിയാണ് എന്തോ. ഈ തെറ്റ് നാളെ വസുവിന്റെ ജീവിതത്തെ ബാധിച്ചാലോ? തെറ്റോ? എന്ത് തെറ്റ്? അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നീ ആവശ്യമില്ലാതെ ഭയക്കാതെ. കല്യാണത്തിന്റെ കാര്യങ്ങൾ നടക്കുമ്പോ ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? എന്ത് പ്രശ്നമായാലും മുളയിലെ നുള്ളിക്കളയണ്ടേ? അച്ഛനും അമ്മയും എന്നോട് പറയാതെ എന്തോ മറിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയണം. ഇപ്പൊ തന്നെ ഒരുപാട് താമസിച്ചു സുശീല. നാളെ രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്.
വേഗം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാം. വാ. എന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ അമ്മ? നിന്നോട് മറയ്ക്കാൻ എന്താ മോളെ ഉള്ളത്? അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്താ സംസാരിച്ചത്? നിന്റെ കല്യാണ കാര്യങ്ങളെ കുറിച്ചാ സംസാരിച്ചുകൊണ്ടിരുന്നത്. അമ്മ എന്താ അമ്മേ പറഞ്ഞത്? എന്തോ പേടിയാവുന്നൊക്കെ പറഞ്ഞല്ലോ. എന്തോ സത്യം എന്നൊക്കെ പറഞ്ഞു. തെറ്റാണെന്നും പറഞ്ഞു. എന്തിനെ പറ്റി അമ്മ പറഞ്ഞത്? ഒന്നുമില്ല മോളെ. അമ്മ ഒന്ന് പറയാൻ സമ്മതിക്കച്ചാ. ഞാൻ എന്താ പറയണ്ടേ വസു? ഒന്നുമില്ലെന്ന് നിന്നോട് പറഞ്ഞില്ലേ? അല്ല, എന്തോ ഉണ്ട്. നിങ്ങൾ എന്നോട് പറയാതെ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ പറയമ്മേ. ഞങ്ങൾ എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ മോളെ? എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ഞങ്ങൾ എന്ത് ചെയ്താലും അത് നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആ നല്ലത് എന്താണെന്ന് പറയച്ചാ. നിന്റെ കല്യാണത്തെക്കുറിച്ചാ വസു. അത് തന്നെ, എന്റെ കല്യാണത്തിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നേ? എന്നെ കൊണ്ട് സത്യം ചെയ്ത് പറ. എന്താ മോളെ, നീയും നിന്റെ അമ്മയെ പോലെ സത്യം ചെയ്യാനൊക്കെ പറയുന്നു. ഇത് നിന്റെ രണ്ടാമത്തെ കല്യാണമാണെന്നും നിനക്കൊരു കുട്ടി ഉണ്ടെന്നൊക്കെ അവർക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ അഭിറാമിന്റെയും ഇത് രണ്ടാമത്തെ കല്യാണമാണ്. അഭിക്കും 2 കുട്ടികളുണ്ട്. അത് നമുക്കും അറിയാം. ഇതിൽ ഒളിച്ചു വെക്കാൻ എന്താ മോളെ ഉള്ളത്? പിന്നെ എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നേ? സത്യം പറയച്ചാ. ഒന്നും എന്നോട് മറക്കാതെ പറയ്. കാരണം പിന്നെ അറിയുമ്പോ എനിക്ക് വിഷമാവും, നിങ്ങൾക്കും വിഷമാവും. അതൊക്കെ എന്തിനാ അച്ഛാ? അതിനാർക്കും വിഷമം ഇല്ലല്ലോ വസു. എല്ലാരും സന്തോഷായിട്ടല്ലേ ഇരിക്കുന്നേ? അകത്തു വന്ന് ഭക്ഷണം കഴിച്ച് കിടക്കുമോളെ. അമ്മ എന്തുകൊണ്ടാ എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാത്തത്? അച്ഛൻ എന്തിനാ എന്തോ മറച്ചു വെക്കുന്ന പോലെ സംസാരിക്കുന്നത്? ഞാൻ അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതെന്തായിരിക്കും? അഖിൽ, അമ്മേ, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ കാര്യം അമ്മേ? എന്തിനെ കുറിച്ചാന്ന് നിനക്കറിയില്ലേ? അതോ അറിഞ്ഞൂടാന്ന് ഭാവിക്കാണോ? പെൺകുട്ടികളായാലും ഒരു അടക്കവും ഒതുക്കവും വേണം, എല്ലാം വേണം. സ്നേഹം, വിവരം, ബഹുമാനം, മര്യാദ, ആചാരം എല്ലാം അറിയണം. അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിന് അർത്ഥമില്ല. ഇപ്പോ എന്താ അമ്മ സംഭവിച്ചേ? ഇനി എന്ത് സംഭവിക്കാനാ? നിന്റെ ചേട്ടൻ ഭാസ്കർ ഞാൻ കാണിച്ചു കൊടുത്ത പെണ്ണിനെയാ കല്യാണം കഴിച്ചത്. അഭിയുടെ ആദ്യ കല്യാണമായാലും ഈ കല്യാണമായാലും ഞാൻ പറഞ്ഞതുപോലെ നടക്കുന്നത്. എന്നാ നീ അവരെക്കാളൊക്കെ വലിയ ആളായി. ഞങ്ങൾ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് മുൻപേ നീ തന്നെ കണ്ടുപിടിച്ചു. അത് നമ്മുടെ കുടുംബത്തിനും രീതികൾക്കും ചേരില്ലെങ്കിൽ പോലും നിന്റെ അച്ഛനും അഭിയും പറഞ്ഞതുകൊണ്ടാ സമ്മതിച്ചത്.
നീ സ്നേഹിക്കുന്ന കാർത്തികയുടെ അച്ഛന്റെയും അമ്മയുടെയും രീതികൾ അല്പം പോലും നല്ലതല്ല. അവരെന്തോ കൂടിയ ആളുകളും നമ്മളെന്തോ തീരെ താഴെയും എന്ന പോലെ അവർ കണക്കാക്കുന്നേ. നമ്മളോട് സഹതാപം തോന്നി ഈ കല്യാണത്തിന് സമ്മതിച്ചതുപോലെയാ അവരുടെ പെരുമാറ്റം. നീ അവര് പറയുന്നത് പോലെ കേട്ടിട്ട് ഞങ്ങളെയെല്ലാം ഒഴിവാക്കി നായ വാലാട്ടുന്നത് പോലെ അവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. കുറച്ചെങ്കിലും നാണമില്ലേ നിനക്ക്? ഈ വീട്ടിൽ നീ കണ്ടു വളർന്ന സ്നേഹവും മര്യാദയും എവിടെ പോയി? ഇല്ലമ്മേ, അത് അവര് നമ്മുടെ കൂടെ ആദ്യമായിട്ടല്ലേ, അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കണമെന്ന് കരുതി ഞാൻ അവരുടെ കൂടെ നിന്നത്. പുതിയതാണെങ്കിൽ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കണം. കല്യാണം നടക്കാൻ പോകുന്നത് കൊണ്ട് പരസ്പരം എല്ലാം അറിഞ്ഞിരിക്കണം. എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറണം. അതെല്ലാം കളഞ്ഞിട്ട് അവരാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് നടന്ന എങ്ങനെ ശരിയാകൂടാ? അതിന് നീ അവർക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്റെ അച്ഛൻ വേണമെങ്കിൽ ക്ഷമിച്ച് സഹിച്ചൊക്കെ പൊയ്ക്കോളൂ. പക്ഷെ ഞാൻ അങ്ങനെ അല്ല അഖിൽ. എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ടയുണ്ടായിരിക്കണം. ഞാൻ നിന്റെ സ്നേഹത്തിന് വില നൽകുന്നുണ്ട്. എന്നാൽ മര്യാദയില്ലാത്തവരോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല അഖിൽ. ഇല്ലമ്മേ, കല്യാണത്തിന് ശേഷം കാർത്തികയെ നമ്മുടെ വീട്ടിലെ ആചാരം എങ്ങനെയാണോ അതുപോലെ ഞാൻ മാറ്റിയെടുത്തോളാം അമ്മേ. കല്യാണത്തിന് ശേഷമല്ല, കല്യാണത്തിന് മുമ്പ് തന്നെ അവളുടെ സ്വഭാവമൊക്കെ മാറ്റണം. ബർത്ത്ഡേയുടെ അന്ന് തന്നെ ചിലതൊക്കെ കണ്ട് മിണ്ടാതെ ഇരുന്നത് അവരാദ്യമായിട്ട് വീട്ടിൽ വന്നതുകൊണ്ടാണ്. എന്നാ ഷോപ്പിങ്ങിന് വന്നപ്പോഴും അതുപോലെ തന്നെയല്ലേ അവര് പെരുമാറിയത്? കല്യാണത്തിന് മുമ്പ് എല്ലാവരും ഒത്തുകൂടുന്ന സന്ദർഭം 2-3 പ്രാവശ്യം ഉണ്ടാവും. അതിലൊക്കെ അവളുടെ പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ പെണ്ണിനെ നീ മറക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഏട്ടാ, അമ്മയുടെ ഇന്നത്തെ ദേഷ്യത്തിന് അഖില് ബലിയാടാവുന്ന തോന്നുന്നു. ഏട്ടൻ പോയി ഇടപെടേ. ഞാനാ? പിന്നല്ലാതെ പോയേട്ടാ. അത് അഖില് ചെറിയ കുട്ടിയല്ലേ അമ്മേ, അവനൊന്നും അറിയില്ല. അതുകൊണ്ടാണോ നീ ഇതുവരെ ചെയ്യാത്ത കാര്യം ഇവൻ ചെയ്തത്? ഞങ്ങൾ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ എവിടെയോ കിടത്തൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. സ്നേഹിക്കുന്നത് തെറ്റല്ലാന്ന് അച്ഛനും അവിയും പറഞ്ഞതല്ലേ അമ്മേ? കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയെ സ്നേഹിക്കുന്നത് വേറെ, അതിനു മുൻപ് ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് അവളെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറയുന്നത് വേറെ. കല്യാണം ആകുമ്പോ അവിടെ കുറെ കാര്യങ്ങള്, ഇവിടെ കുറെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം നോക്കാനുണ്ട്. എന്നെ സ്നേഹിക്കുമ്പോ ഒന്നും നോക്കാറില്ല. പെണ്ണെങ്ങനെയാ, അവളുടെ അമ്മയാര്, അച്ഛനാര്, അവളുടെ സ്വഭാവം എന്താ, ഇതൊന്നും നോക്കാറില്ലേ? ആ വീട്ടിലെ മറ്റുള്ളവരുടെ സ്വഭാവം എങ്ങനെയാണ്, ഇവൻ കാണിച്ചു തന്ന പെണ്ണിന്റെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം എങ്ങനെയിരിക്കുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നല്ലതല്ല. എനിക്കെല്ലാം മനസ്സിലായി അമ്മേ. അവരെന്താ പറയേണ്ടത്, എങ്ങനെയൊക്കെയാ പെരുമാറേണ്ടെന്നൊക്കെ ഞാൻ അഖിലിനെ പറഞ്ഞു കൊടുക്കാം. അവനത് അവരെ പറഞ്ഞ് മനസ്സിലാക്കും. ആദ്യം നിന്റെ ഭാര്യയോട് പറയടാ എങ്ങനെ വേണം എങ്ങനെ വേണ്ടെന്നൊക്കെ. ആദ്യം അവളെ മര്യാദയ്ക്ക് നിർത്ത്. അത് കഴിഞ്ഞിട്ട് മതി ഇവന് നിന്റെ ഉപദേശമൊക്കെ. പറഞ്ഞതൊക്കെ മനസ്സിലായോ? നാളെ ഈ പറഞ്ഞതിനൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നാ ആർക്കും നല്ലതാവില്ല. എന്നെ കൊണ്ട് വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നിനക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടും പഴി കേൾക്കുന്ന മുഴുവൻ ഞാനാണല്ലോടാ. അയ്യോ, ഇനി ഒരു കാര്യത്തിന് ഞാൻ ഇടപെടുന്നേ ഇല്ല. എല്ലാം നീ കാരണോ. അമ്മയും നീയുമായുള്ള പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നില്ലല്ലേ? ഭാര്യയെ നിലയ്ക്ക് നിർത്തണമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കാം അമ്മ. കേട്ടല്ലോ അല്ലേ? ഒന്ന് മര്യാദക്കൊക്കെ നിൽക്ക് പ്ലീസ്. പ്ലീസ് വലിയേട്ടാ, എന്താകിലിത്? ഷോപ്പിങ്ങിന്റെ അന്ന് തന്നെ പ്രശ്നം തുടങ്ങിയോ? എല്ലാം എന്റെ ബാഡ് ലക്ക് ഏട്ടത്തി. അമ്മ ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. പാവം, ഞാൻ കാരണം ഏട്ടത്തിക്കും വിഷമായല്ലേ? അത് കുഴപ്പമില്ല. പിന്നെ അമ്മ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്.
നീ കുറച്ച് ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചാലേ കല്യാണത്തിന് മുമ്പ് ഒരുപാട് ചടങ്ങുകളുണ്ട്. നീ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലേ കല്യാണത്തിന് നല്ല പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് നല്ല പേടിയുണ്ട്. ഒരു പ്രശ്നമില്ലാതെ ഈ കല്യാണം നടന്നു കിട്ടിയാലുണ്ടല്ലോ, ഞാൻ ഉറപ്പായിട്ടും എന്റെ കാർത്തികയെ മാറ്റിയെടുത്തോളാം. മലർവാകക്കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ ഉണരുമ്പോൾ പിടയാതെ ചിറകാലെ കുടയാതെ ഇടനെഞ്ചിൻ മഞ്ചത്തിൽ ചാഞ്ചാടു കിളിയേ കിളിയേ വെയിലാറി നീ വാവാ പകൽ പോയി നീ വാവാ അനുരാഗ കിളിയേ കിളിയേ ചാഞ്ചാടു കിളിയേ കിളിയേ മലർവാക കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ. അങ്ങനെ അവസാനം നമ്മൾ ആഗ്രഹിച്ച ദിവസം എത്തി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി താലികെട്ട് മാത്രമല്ലേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ നിനക്കും നിന്റെ ഭർത്താവിനും ഒരുമിച്ച് അടിച്ചു പൊളിക്കാലോ. ഒന്ന് ചുമ്മാതിരിക്കടി, അല്ലെങ്കിലേ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക. ടെൻഷൻ എന്തിനാടി? അമ്മയും അച്ഛനും എന്നോട് എന്തോ ഒരു കാര്യം ഒളിക്കുന്നുണ്ട്. ഒരാഴ്ചയായിട്ട് എല്ലാവരും നല്ല തിരക്കിലല്ലേ, അതുകൊണ്ടായിരിക്കും നിന്നോടധികം സംസാരിക്കാത്തത്. അത്രേ ഉള്ളൂ. ഞാൻ അറിയാതെ ഇവിടെ എന്തോ നടക്കുന്നുണ്ട്. നാളെ നിന്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത്. വേറെ ഒന്നും നീ ആലോചിക്കണ്ട. ഇതെന്റെ രണ്ടാമത്തെ കല്യാണമാ, അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അയ്യോ, വീണ്ടും വീണ്ടും നീ ഇങ്ങനെ രണ്ടാം കല്യാണം എന്ന് പറയാതെ ആ കാര്യമേ മറന്നേക്ക്. നീ എന്താ ആഭരണങ്ങളൊന്നും ഇടാത്തെ? അമ്മയും അച്ഛനും നഴ്സറി വിറ്റിട്ട് ആഭരണങ്ങൾ വാങ്ങിക്കാന്നാ പറഞ്ഞത്. ഞാനാ വേണ്ടാന്ന് പറഞ്ഞത്. ആഭരണങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാടി ഒരു കല്യാണം? കല്യാണത്തിന് താലി മതി, ആഭരണങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ടല്ലടി, കാർത്തിക ഒരുപാട് ആഭരണങ്ങളും ധരിച്ചായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ നീ മാത്രം ഇങ്ങനെ പോയാലോ? വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല പിങ്കി. ഞാനായിട്ട് തന്നെ ഉണ്ടാവും. ആ, എന്റെ കല്യാണ ആഭരണങ്ങൾ തരാം, അതിട്ട് പൊക്കോ. വേണ്ട, നിന്റെ ആഭരണങ്ങൾ നിന്റെ തന്നെ ഇരിക്കട്ടെ. അയ്യോ, നിനക്ക് എന്താ ഇത്ര പിടിവാശി? ഞാൻ കാരണം അവരെ വിഷമിക്കാൻ പാടില്ല പിങ്കി. ഭാഗ്യമാണെങ്കിലും ഭാഗ്യക്കേടാണെങ്കിലും എനിക്ക് ഏത് ജീവിതമാണോ വിധിച്ചിട്ടുള്ളത് അത് ജീവിച്ചു തീർക്കാൻ എന്റെ ആഗ്രഹം. ദയവ് ചെയ്ത് നീ എന്നെ നിർബന്ധിക്കരുത്. നിനക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ജീവിതമാ വസു. നീ നോക്കിക്കോ. നീ ഇപ്പോ എന്താണോ വേണ്ടാന്ന് വെക്കുന്നത് അത് നിന്നെ തന്നെ തേടിയെത്തും. കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിലിന്ന തേനല്ലേ, വൈകി വന്ന രാവല്ലേ, രാവിനെന്തു
പ്രണയം തീയല്ലേ. കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ. പിണക്കം മറന്നിടാൻ ഇണക്കത്തിലാകുവാൻ കൊതിക്കുമ്പിളും നിറച്ചെപ്പോഴും ഫലം വച്ചു നിന്നെ ഞാൻ.